ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഡാലികേൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ. കുറേ പേര് ചോദിച്ചിരുന്നു ഡാലികേൻ്റെ പ്ലാന്റ്സ് ആയോ എന്നുള്ളത്. അപ്പം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൂക്കളായിട്ടില്ല, പൂക്കളാവുന്നതേ ഉള്ളൂ. നമ്മൾ അയക്കുന്ന ഇലേൻ്റെയും തണ്ടിൻ്റെയും ഒക്കെ വ്യത്യാസം നോക്കിയിട്ടാണ് കേട്ടോ അയക്കുന്നത്. DTDC വഴിയാണ് കേട്ടോ പ്ലാന്റ്സ് അയക്കുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് പ്ലാന്റ്സ് അയക്കുന്നത്. പിന്നെ നമ്മുടെ സ്ഥലം വരുന്ന വയനാടാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ഡാലികേൻ്റെ ഒരു സെയിൽ വീഡിയോ ഇടുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡാലിക പ്ലാന്റ്സ് ഉണ്ടോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ കുറേ കളറുകളുണ്ട്. പൂക്കളില്ലാത്തതുകൊണ്ട് നമ്മളൊരു 4 കളർ കോംബോ ആക്കിയിട്ട് കൊടുക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. ഇലേൻ്റെയും തണ്ടിൻ്റെയും ഒക്കെ വ്യത്യാസം നോക്കിയിട്ട് അങ്ങനെ അയക്കാമെന്നാണ് കരുതുന്നത്. പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് കേട്ടോ അയച്ചു തരുന്നത്. അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിൽ മൊട്ടുകളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഒരു കുറച്ച് 1-2 ആഴ്ചയും കൂടെ കഴിഞ്ഞാൽ നിറയെ പൂക്കളായിട്ട് വരും. അപ്പം ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അയച്ചു തരിക. ഇലേൻ്റെ വ്യത്യാസവും തണ്ടിൻ്റെ വ്യത്യാസമൊക്കെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും കേട്ടോ. കളറുകളൊക്കെ ഏകദേശമൊക്കെ നമുക്കറിയാം. ഇപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും മണ്ണ് മാത്രം ഇട്ടിട്ട് നട്ടു വെക്കാം കേട്ടോ. എന്നിട്ട് വേര് വന്നു നിങ്ങളുടെ മണ്ണുമായിട്ട് സെറ്റായതിനു ശേഷം വളങ്ങളൊക്കെ കൂട്ടി നിങ്ങൾ നിലത്തോട്ട് നടുകയെ അല്ല വലിയ പോട്ടിലേക്ക് മാറ്റി നടുകയൊക്കെ ചെയ്യാം. ഇതുപോലെ ചെറിയൊരു പോട്ടിൽ തന്നെ ആദ്യം നട്ട് വെച്ചിട്ടൊന്ന് സെറ്റാക്കണം കേട്ടോ. എന്നിട്ട് തണലത്ത് വെക്കുക. പിടിച്ചതിന് ശേഷം മാത്രം വെയിലത്തേക്ക് മാറ്റി വെക്കുക. വെയിലത്ത് വെച്ചാൽ മാത്രമേ നല്ലോണം പൂക്കളുണ്ടാവുള്ളൂ. അല്ലാന്നിട്ട് ഇങ്ങനെ നീണ്ടു പോട്ടോ. തണലത്തൊക്കെ നിന്നാൽ ഒത്തിരി പൊക്കം വെച്ചിട്ട് പൂക്കളൊക്കെ വളരെ കുറവ്. നിങ്ങൾ നട്ടതിന് ശേഷം പുതിയ തളിരൊക്കെ വരാൻ തുടങ്ങൂലേ, അപ്പോൾ ഇതെടുത്ത് വെയിലത്തോട്ട് വെക്കുക. ഒന്നുകിൽ നിലത്ത് നടാം, അതും അല്ലെങ്കിൽ വലിയ പോട്ടിലേക്ക് മാറ്റി നടാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ സെയിലിനുള്ളത് കലാഞ്ചിയോൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കലാഞ്ചിയോ പ്ലാന്റ്സ് കുറേ സെയിൽ ചെയ്തിരുന്നു കേട്ടോ. കുറേ പേര് വാങ്ങി. പിന്നെ നമുക്ക് സീനിക, മിനിയേച്ചർ സീനിക കുറച്ച് കളറുകൾ സെയിലിന് വന്നിട്ടുണ്ട്. അപ്പം നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അയച്ചു തരുന്നത്. ഇപ്പോൾ റേറ്റ് വരുന്നത് 50 രൂപയാണ്. പിന്നെ നമുക്ക് സെയിലായിട്ടുള്ളത് ഈ ഒരു മരമുല്ലേൻ്റെ തൈകളാണ്. ഇതിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. അതായത് പോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ചെറിയ ടൈപ്പില്ലേ, അതാട്ടോ നമ്മുടെ കയ്യിലുള്ളത്. വലിയ മരമായിട്ട് പോകുന്നതല്ല, മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. അതിൻ്റെ ഇലയാണെങ്കിലും തീരെ കുഞ്ഞായിരിക്കും. ഇനി പൂക്കളില്ലെങ്കിൽ തന്നെ നല്ല ഭംഗിയായിരിക്കും. അപ്പം അത് നിങ്ങൾ പോട്ടിൽ സെറ്റ് ചെയ്യുമായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ തരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഇതിൻ്റെ കുറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് തരാൻ തന്നെയുള്ളൂ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ആര്യവേപ്പിൻ്റെ പ്ലാന്റാണ് കേട്ടോ. ആര്യവേപ്പിൻ്റെ ചെറിയ തൈകളാണ്, ചെറിയ കവറിലുള്ള തൈകളാണ്. അപ്പം ആര്യവേപ്പ് മാത്രമായിട്ട് വാങ്ങുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ ഒരു കവറോട് കൂടി തന്നെ അങ്ങോട്ട് അയച്ചു തരും കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കവറോട് കൂടി അയക്കാൻ പറ്റില്ല. അപ്പോൾ ഭയങ്കര കൊറിയർ ചാർജ് വരും. അതുകൊണ്ട് ആര്യവേപ്പ് മാത്രമായിട്ട് വേണ്ടവർക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇതേ കവറോട് കൂടി തന്നെ അങ്ങനെ പാക്ക് ചെയ്ത് അയക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.